ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 3. പ്രാകൃതപ്രളയം കഴിഞ്ഞിട്ട് ആദ്യം വന്ന ബ്രാഹ്മകൽപ്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നറിയാതെ ചിന്തയിലാണ്ട ബ്രഹ്മാവിനെ നമ്മൾ കണ്ടത് രണ്ടാമത്തെ ശ്ലോകത്തിൽ. ആ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവണം. എന്നാൽ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കാം. തപസ് കൊണ്ടാണ് പൂർവ്വകൽപ്പത്തിലെ പ്രപഞ്ചത്തിൻ്റെ ബോധം ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെ ഭഗവാന്റെ അശരീരി വാക്കിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. അപ്പോൾ ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് പറയാണ് മൂന്നാമത്തെ ശ്ലോകം. കോസൗമാമവതത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവദ വാക്യാർത്ഥമുൽപശ്യത ദിവ്യം വർഷസഹസ്രമത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. കോസൗ കഹാസൗ മാം അവതത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ കിമപി അനീക്ഷിതവദ വാക്യാർത്ഥം ഉൽപശ്യത ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിത തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. കോസൗ മാമവതത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവദ വാക്യാർത്ഥമുൽപശ്യത ദിവ്യം വർഷസഹസ്രമത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. കഹാസൗ കോസൗ മാം അവതത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ കിമപി അനീക്ഷിതവദ വാക്യാർത്ഥം ഉൽപശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വം ആരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. കഹാസോ പുമാൻ ഏതൊരാളാണ് എന്നോട് ഇത് പറഞ്ഞത്, മാം അവതതിഥി എന്നോട് ഇത് പറഞ്ഞത് എന്ന്. ജലാപൂർണേ വെള്ളം നിറഞ്ഞ ജഗന്മണ്ഡലി ലോകങ്ങൾക്കകത്ത് ദിക്ഷു ഉദീക്ഷ്യ എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് കിമപി അനീക്ഷിതവദ ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉൽപശ്യത വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞ് ദിവ്യം വർഷസഹസ്രം 1000 ദിവ്യ സംവത്സരം കാലം ആത്മതപസാ തേന തപസ്സു ചെയ്ത് ആ ബ്രഹ്മാവ് ആരാധിത സേവിച്ചപ്പോൾ ത്വം ഇന്ദുരുവടി സ്വനിലയം താൻ വാണരുള്ളുന്ന ഏകാത്ഭുതം അത്യത്ഭുതമായ വൈകുണ്ഠലോകം തസ്മൈ ദർശിതവാനസി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ഏതൊരാളാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന്. വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് ഒന്നും കാണാതിരുന്നപ്പോൾ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞ്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അശരീരി കേട്ടു എന്ന്, ആ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞ് 1000 ദിവ്യ സംവത്സരം കാലം തപസ്സു ചെയ്ത് ആ ബ്രഹ്മാവ് സേവിച്ചപ്പോൾ നിന്തിരുവടി താൻ വാണരുള്ളുന്ന അത്യത്ഭുതമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. പ്രാകൃതപ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ച് അതിലാണ് ബ്രഹ്മാണ്ഡ രൂപനായ വിരാട് പുരുഷനെ സൃഷ്ടിച്ചത് എന്ന് 5-ാം ദശകത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വിരാട് പുരുഷൻ്റെ ചിരസ്ഥാനത്താണ് ബ്രഹ്മാവ് ജനിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് ചുറ്റും വെള്ളമല്ലാതെ ഒന്നും കാണുവാൻ വഴിയില്ലല്ലോ. അതാണ് ലോകം മുഴുവൻ ജലാപൂർണമാണെന്നും 4 പുറവും നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലെന്നും പറയാൻ കാരണം. മനുഷ്യൻ്റെ 360 സംവത്സരമാണ് ഒരു ദിവ്യ സംവത്സരം. എല്ലാ ലോകങ്ങളുടെയും പുറത്ത് മേൽഭാഗത്തുള്ളതാണ് ഈ വൈകുണ്ഠലോകം. ത്രംശേസ്മിൻ തത്യലോകേ വിധിഹരിപുരഭി മന്ദിരാൺ ഊർധ്വമൂർധ്വം ദേവ്യോപ്യൂർധ്വം ഹി മായാ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോഹ. 97-ാമത്തെ ദശകത്തിൽ വരുന്ന ശ്ലോകമാണ്. നമുക്ക് ആ സമയത്ത് നോക്കാം.
कोऽसौ मामवतत्पुमानिधि जलापूर्णे जगन्मण्डले दिक्षु दीक्ष्य किमप्यनीक्षितवदा वाक्यार्थमुल्पश्यता दिव्यं वर्षसहस्रमात्ततपसा तेन त्वमाराधित तस्मै दर्शितवानसि स्वनिलयं वैकुण्ठमेकाद्भुतं कोऽसौ मामवतत्पुमानिधि जलापूर्णे जगन्मण्डले दिक्षु दीक्ष्य किमप्यनीक्षितवदा वाक्यार्थमुल्पश्यता दिव्यं वर्षसहस्रमात्ततपसा तेन त्वमाराधित तस्मै दर्शितवानसि स्वनिलयं वैकुण्ठमेकाद्भुतं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द।